ദൈവത്തിന് മഹത്വം. പള്ളിയിൽ പോകാതെ വീടുകളിൽ മാത്രം ഇരുന്ന് ദൈവത്തെ ആരാധിച്ചാൽ, അതായത് ഇപ്പോഴത്തെ അവസ്ഥയല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ വീട്ടിൽ ആരാധിച്ചേ പറ്റൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ മൊബൈൽ വഴി TV വഴി പ്രസംഗം കേട്ടേ പറ്റൂ. അതുകൊണ്ട് തൃപ്തരായി പറ്റൂ. പക്ഷെ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പോയി തന്നെ ദൈവത്തെ ആരാധിക്കണം. കാരണം അവിടെയാണ് വചന ശുശ്രൂഷയുള്ളത്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും പള്ളിയിൽ പോകാതെ പല പേരും പറഞ്ഞ്, പേര് പലതും ഉണ്ടല്ലോ, പള്ളിയിൽ പോകാത്തതിന് കാരണം പലതും ഉണ്ടല്ലോ, ആ കാരണം പറഞ്ഞ് വീടുകളിൽ നിന്ന് ബൈബിൾ വായിച്ച് ശീലിച്ചാൽ നിനക്ക് വല്ലതും മനസ്സിലാവുമോ? എന്തെങ്കിലും മനസ്സിലാവും? എനിക്ക് ആ ബൈബിൾ നല്ല ഗുണമുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ അതിൻ്റെ 26-ാം വാക്യം മുതൽ താഴോട്ട് നിങ്ങൾ വായിക്കണം. 28-ാം വാക്യത്തിൽ ഷണ്ണൻ രഥത്തിലിരുന്നു കൊണ്ട് യെശയ്യാവിന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. 30-ാം വാക്യത്തിൽ ഫിലിപ്പോസ് എന്ന ദൈവദാസൻ ഓടിച്ചെന്ന് ഷണ്ണനോട് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. 31-ാം വാക്യത്തിൽ ഷണ്ണൻ കൊടുത്ത മറുപടി, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും? അങ്ങനെ ഫിലിപ്പോസ് ഷണ്ണന്റെ കൂടെ രഥത്തിൽ കയറിയിരുന്ന് ഷണ്ണൻ ഏത് പുസ്തകം വായിച്ചുവോ വായിച്ചതിന് അവൻ ഗ്രഹിപ്പിച്ചു കൊടുത്തു. ഗ്രഹിപ്പിച്ചു കൊടുത്തപ്പോഴാണ് അവൻ സ്നാനപ്പെടണമെന്ന ബോധം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഈ ഫിലിപ്പോസ് വന്ന് ഷണ്ണൻ വായിച്ച വേദവസ്ത്ര വചനം വ്യാഖ്യാനിച്ച് കൊടുക്കാതിരുന്നെങ്കിൽ ഷണ്ണൻ സ്നാനപ്പെടുമായിരുന്നുവോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ വചനം വായിച്ച് തൃപ്തരാകരുത്. വചനം വായിച്ച് മാത്രം നീ ക്രിസ്തീയത നയിക്കരുത്. വീടുകളിൽ നിന്ന് ബൈബിൾ വായിച്ച് നീ ക്രിസ്തീയത നയിക്കരുത്. പ്രസംഗം നീ കേൾക്കണം, വചനം കേൾക്കണം, വചനം കേട്ടത് തൃപ്തരാകണം. ദൈവദാസന്മാർ പഠിപ്പിക്കുന്നത് ഗ്രഹിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പഠിപ്പിക്കുന്ന വചനം എന്താണോ നീ അത് ഗ്രഹിക്കണം, നീ അത് സ്വീകരിക്കണം. എന്നാൽ നിനക്ക് അതനുസരിച്ച് ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്ന കാര്യം നീ മറന്നു പോകരുത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ എസ്രാ ശാസ്ത്രി പ്രസംഗിച്ചപ്പോൾ, ഞാൻ നേരത്തെ പഠിപ്പിച്ചല്ലോ, വചനം പഠിപ്പിച്ചപ്പോൾ എല്ലാവർക്കും ബോധം വരുമാറ് ഗ്രഹിപ്പിച്ച് പഠിപ്പിച്ചപ്പോൾ 9-ാം വാക്യത്തിന് അവസാന വാക്യത്തിൽ അവർ ദുഃഖിച്ചുപോയി, അവർ കരഞ്ഞുപോയി ആ വചനം കേട്ടപ്പോൾ. അപ്പോൾ എസ്രാ ശാസ്ത്രി പറഞ്ഞു, നിങ്ങൾ കരയരുത്, ദുഃഖിക്കരുത്, സന്തോഷിക്കുക. അങ്ങനെ 12-ാം വാക്യത്തിൽ തങ്ങളോട് പറഞ്ഞ വചന ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും, അതായത് ഭക്ഷണം കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. അവിടെ എസ്ര പഠിപ്പിച്ച വചനം കേട്ടിട്ട് ജനം സന്തോഷിച്ചു. സന്തോഷത്തോടെ വീടുകളിൽ പോയി ദുഃഖമെല്ലാം മാറ്റി സമാധാനത്തോടെ പോയി. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു പള്ളിയിൽ പോയി വചനം പ്രസംഗിച്ചതിന് ശേഷം 4-ാം അധ്യായത്തിൽ 16-17 യേശു വചനം പ്രസംഗിച്ചു. താഴോട്ട് വചനം പ്രസംഗിച്ചതിന് വ്യാഖ്യാനങ്ങൾ. അങ്ങനെ വചനം പ്രസംഗിച്ചപ്പോൾ 28-ാം വാക്യത്തിൽ പള്ളിയിലുള്ളവർ ഈ വചനം കേട്ടിട്ട്, പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞു. നോക്കിയേ, നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ എസ്രാ ശാസ്ത്രി വചനം പഠിപ്പിച്ചപ്പോൾ ജനത്തിന് കരച്ചിലുണ്ടായി, അനുതാപമുണ്ടായി. എന്നിട്ട് അവര് ദൈവദാസൻ എസ്രാ പറഞ്ഞ അനുസരിച്ച് സന്തോഷത്തോടെ പോയി, ആനന്ദത്തോടെ പോയി. എന്നുവെച്ചാൽ വചനം കേട്ടവർക്ക് മാറ്റം ഉണ്ടായി. എന്നാൽ യേശു പഠിപ്പിച്ചപ്പോൾ അവർക്ക് കോപം ഉണ്ടായി. എന്നിട്ട് അവരെല്ലാം എഴുന്നേറ്റ് യേശുവിനെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴ തള്ളിയിടുവാൻ ഭാവിച്ചു. നോക്കിയേ, പ്രസംഗം 2 വ്യക്തി. എസ്ര പ്രസംഗിച്ചപ്പോൾ ജനം സന്തോഷത്തോടെ എഴുന്നേറ്റ് പോയി, വചനം കേട്ട് തൃപ്തരായി. യേശു പ്രസംഗിച്ചപ്പോൾ ജനത്തിന് കോപം ഉണ്ടായി. ഇവിടെ യേശുവിൻ്റെ പ്രസംഗവും എസ്രയുടെ പ്രസംഗവും ദൈവിക പ്രസംഗമല്ലേ? രണ്ടുപേരും ദൈവജനയിൽ പഠിപ്പിച്ചത്. പിന്നെ നിന്നാണ് ഒരു കൂട്ടർക്ക് സന്തോഷവും ഒരു കൂട്ടർക്ക് കോപം ഉണ്ടായത്? അർത്ഥം, ജനത്തിൻ്റെ മനോഭാവം എന്താണോ അതുപോലെ പ്രസംഗത്തെ അവർ സ്വീകരിക്കത്തുള്ളൂ. നീ നല്ല മനുഷ്യന് ഉടമയാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത് നീ സന്തോഷത്തോടെ സ്വീകരിക്കും. നീ ദുഷ്ട മനസ്സിന് ഉടമയാണെങ്കിൽ, നീ അഴുക്ക മനസ്സിന് ഉടമയാണെങ്കിൽ ഞങ്ങൾ പ്രസംഗം കേട്ടതിന് ശേഷം നീ വണ്ടിക്കകത്തിരുന്നും വീട്ടിലിരുന്നൊക്കെ നീ കുറ്റം പറയാൻ തുടങ്ങും, ദേഷ്യം വരാൻ തുടങ്ങും. നീ നല്ല മനുഷ്യനാണെങ്കിൽ പ്രസംഗം കേട്ട് നീ കോപിക്കില്ല, നീ വിദ്വേഷം ഉണ്ടാക്കൂല, പെറുവിൽക്കില്ല. നെഹമ്യാവിന്റെ കാലഘട്ടത്തിൽ ജനങ്ങളെപ്പോലെ, എസ്രയുടെ കാലഘട്ട ജനത്തിനെ പോലെ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കും. നിന്റെ മനസ്സ് അഴുക്കാണെങ്കിൽ, നിന്റെ മനസ്സിൽ നെറുകേടുണ്ടെങ്കിൽ നീ പ്രസംഗം കേട്ടതിന് ശേഷം നീ വിമർശിക്കാൻ തുടങ്ങും. അതുകൊണ്ട്
പ്രസംഗം കേട്ടിട്ട് വിമർശിക്കരുത്. നീ നല്ല മനസ്സിന് ഉടമയാവണം എന്ന് ദൈവാത്മാവിൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. സങ്കീർത്തനം 107:20 എഴുതിയിരിക്കുന്നു, ദൈവം അവരെ വചനം അയച്ച് സൗഖ്യമാക്കി. അതെ, വചനത്തിൽ കൂടെയാണ് വിടുതലുള്ളത് എന്ന കാര്യം മറന്നുപോകരുത്. അതോട് മറക്കരുത്. ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി തന്നെ ദൈവത്തെ ആരാധിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അതോട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ആലയത്തിലുള്ള ആരാധന മറന്നു പോകരുത് എന്ന് ഞാൻ പഠിപ്പിക്കുന്നു, ഞാൻ ബോധ്യപ്പെടുത്തുന്നു. ഇനി അനേക വചനങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ആലയത്തിൽ പോയാണ് ദൈവത്തെ ആരാധിക്കാനുള്ളതെന്ന്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അപ്പോസ്തലത്തിൽ 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ 1-ാം വാക്യവും 14-ാം വാക്യവും മുതൽ 40 വരെയൊക്കെ വായിച്ചാൽ മതി. 120 പേര് മാർക്കോസിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി വന്നിരുന്ന് ആരാധിച്ചപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. പത്രോസ് പ്രസംഗിച്ചപ്പോൾ പുരുഷാരത്തിന്റെ മേലിൽ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ പകർന്നു. അതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. റോമലേഖനം 6-ാം അധ്യായം 17-ന്റെ 8-ാം വാക്യം വായിച്ച് നോക്കിയാൽ മതി. 17-ന്റെ 6-ന്റെ റോമലേഖനം 6-ന്റെ 17, 18 വായിച്ച് നോക്കിയാൽ മതി. വചനത്തിലൂടെയാണ് ഒരാളെ വിശുദ്ധരായി മാറുന്നത്. ഇനി ഒത്തിരി വചനങ്ങളുണ്ട്, അതൊന്നും വിശദീകരിപ്പിക്കുന്നില്ല, സമയമില്ല. നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും. ഒന്നുകിൽ ചിലപ്പോൾ ഇന്ന് പഠിപ്പിച്ച തുടർമാനമായ സഭായോഗത്തിലുള്ള വചന ശുശ്രൂഷയായിരിക്കാം, അല്ലെങ്കിൽ സഭായോഗത്തിലുള്ള മറ്റൊരു വിഷയമായിരിക്കാം എന്ന് ദൈവം നിയോഗിക്കുന്ന പോലെ ഞാൻ സംസാരിക്കും. ഇപ്പോൾ വചനം കേട്ട് നിങ്ങൾ തിരുത്തുക. പ്രസംഗം കേൾക്കുമ്പോൾ സന്തോഷിക്കുക. പള്ളിയിൽ പോയി വചനം കേൾക്കുവാൻ താല്പര്യം ഉണ്ടാക്കിയെടുക്കുക. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.